ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് ബിൻസ് എന്ന് ഞങ്ങൾ പറയുന്നത് ഈ ഒരു കിച്ചനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള വേസ്റ്റ് ബിൻ മെക്കാനിസംസ് ആണ്. ഇപ്പോൾ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ചെറിയൊരു ബിന്നാണിത്. ഇത് കണ്ടോ, ഇതിലിപ്പോൾ ഇവിടെയുള്ള വേസ്റ്റ് ഇതിലോട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ മുകളിലൂടെ ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് എടുത്താൽ മതി. ഈ സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 6 ടൈപ്പ് ബിൻ വരെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ആ ഒരു മനുഷ്യൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് കൂടിയപ്പോൾ വേസ്റ്റ് സെഗ്രിഗേഷനും അതിൻ്റെ റീസൈക്ലിങ്ങിലും കൂടുതൽ ശ്രദ്ധ പതിക്കുന്നതുകൊണ്ടാവാം മാനുഫാക്ചറേഴ്സ് ഇപ്പോൾ 6 ബിൻസിലോട്ട് വന്നിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ കിച്ചൺ ചെയ്യുമ്പോൾ 3 ബിൻസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഫുഡ് വേസ്റ്റ്, സെക്കൻഡ് വൺ പ്ലാസ്റ്റിക് വേസ്റ്റ്, മൂന്നാമത് പേപ്പർ വേസ്റ്റ് ആണ്. ഇപ്പോൾ നാലാമത്തത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ ഉണ്ടാവുമല്ലോ, ഇതിന് വേണ്ടി ഒരു ബിൻ ഉണ്ട്. പിന്നെ ചിലത് മെഡിസിൻസിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഷുഗറൊക്കെ പോലുള്ള കംപ്ലയിൻസ് ഉള്ള ആൾക്കാർ അതിൻ്റെ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മെഡിക്കൽ വേസ്റ്റ് അതും സെഗ്രിഗേറ്റ് ചെയ്ത് ഇവിടെ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 6 വേസ്റ്റ് ബിൻസ് വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഇതിപ്പോൾ വേറൊരു ഇൻ്റഗ്രേറ്റഡ് ടൈപ്പ് ഓഫ് വേസ്റ്റ് ബിൻ ഇതുണ്ട്. ഇപ്പോൾ 2 എണ്ണം ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഒരു വേസ്റ്റ് സെഗ്രിഗേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ ഡിസൈനിങ് ഫേസിൽ ഡിസൈനറോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആക്ച്വലിയാണ് നിങ്ങളുടെ വേസ്റ്റ് ഈ പറയുന്ന വേസ്റ്റ് ബിന്നായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ അടുത്ത ഒരെണ്ണം വേറൊരു മോഡൽ കാണിക്കാം. ഇതിപ്പോൾ എനിക്കൊണ്ട് ഇത് ഒരുപാട് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഈ ഒരു മോഡൽ വേസ്റ്റ് ബോയ് എന്ന് പറഞ്ഞൊരു മോഡൽ. ഇതിപ്പോൾ ഡോറ് തുറന്നിട്ട് ഇതിങ്ങനെ പുറത്തോട്ട് വലിക്കുന്ന ബിന്നാണ്.